നമസ്കാരം. ഗണേശൻ അകത്താകും, പുറത്താക്കാൻ CPM. ഗണേശന് കുരുക്കായി ഭാര്യയുടെ കേസ്. ബിന്ദു പരാതി കൊടുത്താൽ, അതായത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ പരാതി കൊടുത്താൽ ജാമ്യമില്ലാ കേസ് ഗണേശനെതിരെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാറിന് കുരുക്കായി ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. വിവാഹമോചന കേസ് നൽകിയാൽ നഷ്ടപരിഹാരം നൽകലും വേണ്ടിവരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വാ തുറന്ന് 5000 പ്രണയമുണ്ട് എന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ വലിയ വീമ്പടിച്ചപ്പോൾ വെട്ടിലായത് ഇടതു സർക്കാരാണ്. ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ രാഷ്ട്രീയ വിവാദത്തിലേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അധിക്ഷേപിച്ച മന്ത്രിയുടെ നടപടിയിൽ ബിന്ദു മേനോൻ കടുത്ത അമർഷത്തിലുമാണ്. ബിന്ദു 112 വിളിച്ച് പോലീസ് സഹായം തേടിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വട്ടുമൂത്താൽ ആർക്കും പരാതി പറയാമെന്ന മന്ത്രിയുടെ പരിഹാസമാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ വഷളാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. തന്റെ ഫോൺ പിടിച്ചു വാങ്ങാൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ശ്രമിച്ചുവെന്നും തന്നെ മർദ്ദിച്ചുവെന്നുമുള്ള ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തൽ ഗൗരവകരമായിട്ടുള്ള നിയമപ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗാർഹിക പീഡന നിയമപ്രകാരം പരാതി നൽകിയാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലവിൽ വിശ്വാസപരമായിട്ടുള്ള കാരണങ്ങളാൽ കേസിന് പോകുന്നില്ല എന്ന് ബിന്ദു പറയുന്നുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ രാഷ്ട്രീയ സമ്മർദ്ദമേറിയാൽ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം തന്നെ തെറിച്ചേക്കും. മുൻ ഭാര്യ യാമിനി തങ്കച്ചിയുമായിട്ടുള്ള വിവാഹമോചനത്തിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് ഗണേഷ് കുമാർ വീണ്ടും നീങ്ങുന്നത് എന്നുള്ളതാണ്. വർഷങ്ങളായി തുടരുന്ന മാനസിക പീഡനങ്ങളും മന്ത്രിയുടെ വഴിവിട്ട ബന്ധങ്ങളും ഇനി സഹിക്കാനാവില്ല എന്ന നിലപാടിലാണ് ബിന്ദു മേനോൻ. ക്രിമിനൽ നടപടികളിലേക്ക് നീങ്ങിയില്ലെങ്കിലും സിവിൽ കേസ് വഴി വിവാഹമോചനവും വൻതുക നഷ്ടപരിഹാരവും ആവശ്യപ്പെടുവാനാണ് സാധ്യതയെന്ന് പറയപ്പെടുന്നു. എന്തായാലും മുൻ DGP R ശ്രീലേഖയുടെ ഇടപെടലിനെ രാഷ്ട്രീയമായി നേരിടാനാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. ശ്രീലേഖ BJP-കാരി ആയതുകൊണ്ടാണ് ബിന്ദുവിനെ സഹായിക്കുന്നത് എന്ന് മന്ത്രി ആരോപിക്കുമ്പോഴും ശ്രീലേഖ തന്റെ അടുത്ത ബന്ധുവാണ് എന്നും പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചതാണ് എന്നും ബിന്ദു മേനോൻ വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് രക്ഷപ്പെടുവാനാണ് മന്ത്രി ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഈ വിവാദം ഇടതുമുന്നണിക്കും ഒപ്പം തന്നെ സർക്കാരിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 5000 പ്രണയങ്ങൾ ഉണ്ട് എന്ന മന്ത്രിയുടെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ പുലർത്തേണ്ട മാന്യത മന്ത്രി ലംഘിച്ചുവെന്ന വികാരമാണ് മുന്നണിക്കുള്ളിൽ ഇപ്പോൾ ഉയരുന്നത്. ഗണേശൻ അകത്താകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ സർക്കാരിൽ നിന്നും മുന്നണിയിൽ നിന്നും എങ്ങനെയാണ് ഗണേശനെ പുറത്താക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഇപ്പോൾ മുന്നണി. ഗണേശന് കുരുക്കായി മാറിയത് ഭാര്യയുടെ കേസാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബിന്ദു പരാതി കൊടുത്താൽ ജാമ്യമില്ലാ കേസ് ഉറപ്പ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഗണേഷ് കുമാറിന് കുരുക്കായി ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തൽ വരുമ്പോൾ വിവാഹമോചന കേസ് നൽകിയാൽ നഷ്ടപരിഹാരം അടക്കം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗണേശൻ എത്തിച്ചേരും. ഇപ്പോൾ ഒരു തീരുമാനം ഇവിടെ എടുക്കേണ്ടത് പിണറായി വിജയനാണ്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, 2016 സഞ്ചരിച്ചു നോക്കിയാൽ ആ 2016 നടന്ന സമാനമായിട്ടുള്ള കാര്യങ്ങൾ 2013 ഏപ്രിൽ മാസം 1-ാം തീയതി ഇതേപോലൊരു ആരോപണവുമായിട്ട് യാമിനി തങ്കച്ചി ഗണേഷ് കുമാറിന്റെ ഭാര്യ അന്ന് വന്നിരുന്നു. അതിന് അന്നത്തെ മുഖ്യമന്ത്രി ഗണേശനിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞത് എഴുതി വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ ഗണേശന്റെ ഇപ്പോഴത്തെ ഭാര്യ ബിന്ദു മേനോൻ നൽകി നിൽക്കുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഗണേശൻ ഇത് തുടർച്ചയായി നടത്തി വരുന്ന ഒരു രീതിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഗണേശനെ പോലൊരാൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് ചോദിക്കപ്പെടാൻ, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മന്ത്രിമാരാണോ മാതൃകയായി കേരള സമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഇടതുമുന്നണി പറയുന്ന സ്ത്രീ ശാക്തീകരണമുണ്ടല്ലോ, സ്ത്രീ സുരക്ഷയുണ്ടല്ലോ, സ്ത്രീ സംരക്ഷണമുണ്ടല്ലോ, അതൊക്കെ എന്തുകൊണ്ടാണ് ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ലഭിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ഈ സർക്കാരാണ്. ഒപ്പം തന്നെ പിണറായി വിജയൻ ഇതിനകത്തൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. പിണറായി വിജയന്റെ ഒരു തീരുമാനമാണ് ഇടതുമുന്നണി സർക്കാരിൽ ഇനി എന്ത് പ്രതിച്ഛായ ഉണ്ട് എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. ഒന്നുകിൽ ഗണേശനെ പുറത്താക്കുക, അല്ലെങ്കിൽ ഗണേശനെ രാജിവെപ്പിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പിണറായിക്ക് മുന്നിലുള്ള ആകെയുള്ള ഒരു വഴി, പോംവഴി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാറുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ സർക്കാർ.